എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു സൂര്യോദയം കാണാനുള്ള സ്പോട്ട് പറഞ്ഞു തന്നിട്ട് ഇറങ്ങി പുറപ്പെട്ടാണ് ഞങ്ങൾ. സൂര്യോദയവും അത്യാവശ്യം ഓഫ് റോഡും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. ഇനിയിപ്പം അവിടെ പോയാലേ അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. എന്തായാലും അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് ഈ പുറപ്പാട്. അപ്പോൾ പോയി നോക്കാം അല്ലേ? പോരെ. രാവിലത്തെ ഒരു ചായയും കുടിച്ച് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. സൺറൈസ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം എങ്ങോട്ടാണ്. ഓഫ് റോഡൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചോണ്ട് ലൊക്കേഷനിൽ ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ നിൽക്കേണ്ടി വരും, വണ്ടി നിർത്തിയിട്ട് നടത്തുന്ന കയറേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാറ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തേയിലത്തോട്ടം ട്രാൻസ്ഫർ നോക്കി പോകാനും പറഞ്ഞിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് എക്സ്പൾസ് എടുക്കാതെ എൻഡോർക്ക് വരാം ഇത് പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻഡോർക്ക് വെച്ചും ഓഫ് റോഡ് കയറാൻ ഒരു ചെറിയ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടാവില്ലേ? എൻഡോർക്കും കൊണ്ട് ഇന്ന് നമ്മൾ ഓഫ് റോഡ് കയറാൻ പോകുകയാണ്. എന്തെങ്കിലും പറ്റുന്ന പേടിയുണ്ടോ? എൻ്റെ അവസ്ഥയിൽ വണ്ടിയും ഞങ്ങൾ എത്തും. അങ്ങനെ അവനെ എങ്ങനെ എത്തുന്നല്ല, ഞാൻ എങ്ങനെ എത്തും തമ്പുരാൻ അറിയാം. അടിച്ച് ക്യാമ്പ് ഫയറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ വേണ്ട ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ക്യാമ്പ് ഫയറിൻ്റെ തീ കെടാതിരിക്കാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്. അപ്പം രാവിലെ എൻഡോർക്കിൻ്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ചന്ദ്രനൊക്കെ പതുക്കെ ഫേഡായി തുടങ്ങി, നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല കോടയും കിളികളുടെ ശബ്ദവും ഇടയ്ക്ക് എവിടുന്നാന്നറിയില്ല ഒരു കൊതുകോ അതോ വണ്ടോ എന്തോ കടന്ന് ചുറ്റിപ്പറ്റി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആളെ കാണാൻ കിട്ടിയിട്ടില്ല. എന്തായാലും വ്യൂ കൊള്ളാം. ഇനി കോടയൊക്കെ ഒന്ന് മാറി 6 നമ്മുടെ അടുത്ത് പറഞ്ഞ സമയം. അപ്പോൾ 6 നമ്മുടെ ദിവാകരൻ വരുമെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്നാൽ ഈ കോടയുടെ ഇടയിൽ കൂടെ ദിവാകരൻ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പം ഇല്ല. കാരണം ഇത്രയും വെളിച്ചം വന്നിട്ടും ദിവാകരൻ്റെ പൊടി പോലും ഇല്ല കാണാനായിട്ട്. നമ്മുടെ ദിവാകരൻ വരും എന്നുള്ള പ്രതീക്ഷ കൈവിട്ടുകൊണ്ട് വണ്ടി എടുത്തതാ വന്ന വരി തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഉള്ള അതേ വരിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു പേടിയേ ഉള്ളൂ. വണ്ടിക്ക് അത്യാവശ്യം സർവീസായിട്ട് ഇരിക്കുവാണേ. പിന്നെ എൻ്റെ അനിയനാകട്ടെ പതിവ് പോലെ ഇതെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് ആ ക്യാമറയും പിടിച്ച് അവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ രാത്രി കയറി വന്ന കല്ലിട്ട വഴി. കുഴപ്പമില്ലായിരുന്നു, വലിയ കല്ലുകളൊന്നും അല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് വണ്ടി ഇറങ്ങി പോന്നു. പോയ വഴിക്ക് ഞാൻ ചെറുതായിട്ട് ദിവാകരൻ്റെ രശ്മികൾ കണ്ടു അവിടെ. അപ്പം പിന്നെ അങ്ങോട്ട് നടന്നു പോയി നോക്കിയേക്കാന്ന് കരുതി. ഇതായിരുന്നു ആ വ്യൂ. അപ്പോഴും വെളിച്ചം മാത്രമേ ഉള്ളൂ, ദിവാകരനെ കാണാനില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എന്നാൽ പിന്നെ കുറച്ചു നേരം അവിടെ ഇറങ്ങി വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കാന്ന് കരുതി.
അങ്ങനെ പാട്ടൊക്കെ ഇട്ട് അതൊക്കെ കണ്ടിരുന്നപ്പോഴാണ് ഓപ്പോസിറ്റായിട്ട് കടവ് കണ്ടത്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് കരുതി തിരിച്ചു കയറി. അതെ, അങ്ങോട്ടങ്ങ് വണ്ടി എടുത്തു ഞങ്ങൾ. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ കുന്നിൻ്റെ മേൽഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ അടുത്തായിട്ടാണ്. അവിടുന്ന് മേൽപോട്ടൊരു വഴിയുണ്ട്, ആ വഴി കയറിയിട്ടാണ് പോകുന്നത്. സോ ഇതേപോലത്തെ പുതിയ സ്ഥലങ്ങളും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.